അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താ പറയുക, പ്രീമിയർ പോലെ ചില ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഈ ബാർസ് ആൻഡ് ടോൺസ് കണ്ടങ്ങൾ, ഈ ബാർസ് ആൻഡ് ടോൺസ് അതിനെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ന്യൂ ഐറ്റത്തിൽ പോയിട്ട് എന്ത് ചെയ്യുക, ഇവിടെ കണ്ട നിങ്ങൾ ബാർസ് ആൻഡ് ടോൺസ് എന്ന് ഓക്കെ കൊടുക്കുക, നേരെ ഇതിലേക്ക് പ്ലേസ് ചെയ്യുക. ഇപ്പോൾ കണ്ട നിങ്ങൾ വന്നത്. രണ്ടാമതായിട്ട് ഞാനൊരു വീഡിയോ ടൈം ലൈനിലേക്ക് ഇടുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥ സൈസിലായിരിക്കും ഇത് കാണാം. അപ്പോൾ ഇത് നമ്മൾ ഫിറ്റഡ് ഫ്രെയിം റൈറ്റ് ക്ലിക്ക് നിൽക്കിയിട്ട് ചെയ്യാണ് ചെയ്യാറ്. ഫിറ്റഡ് ഫ്രെയിമോ സ്കെൽറ്റ് ഫ്രെയിം സൈസോ കൊടുക്കാൻ ചെയ്യാറ്. അല്ല എന്നുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്തിട്ട് എഫക്റ്റ് കൺട്രോൾസിൽ പോയിട്ട് സ്കെയില് ഒന്ന് കൂട്ടി കൊടുക്കാറോ, അല്ല എന്നുണ്ടെങ്കിൽ ബൈ ഹാൻഡ് വലിച്ചിടാറോ ഒക്കെയാണ് ചെയ്യാറ്. അതിനൊരു വൺ ടൈം സൊല്യൂഷനായിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ പ്രീമിയർ പ്രോ ആദ്യമേ ഇൻബിൽട്ടായിട്ട് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണെന്നറിയോ, ഇത് ആൾറെഡി ഓട്ടോമാറ്റിക്കായിട്ട് ഫിറ്റഡ് ഫ്രെയിമായി വരാൻ. അതിനായിട്ട് പ്രിഫറൻസിൽ പോയിട്ട് എന്ത് ചെയ്യുക, മീഡിയയിൽ പോയിട്ട് ഡീഫോൾട്ട് മീഡിയ സ്കെയിലിംഗ് കണ്ട നിങ്ങൾ ഇത് നണ്ണുള്ളത് ഫിറ്റഡ് ഫ്രെയിം കൊടുത്താൽ മാത്രം മതി. ഇനി നമ്മൾ രണ്ടാമതായിട്ട് ഇതൊന്ന് കൊടുത്താലോ, ഗ്രാബ് ചെയ്ത് ഇതിലേക്ക് പ്ലേസ് ചെയ്താലോ, കണ്ട ഓട്ടോമാറ്റിക്കലി ഫിറ്റഡ് ഫ്രെയിമായി വന്നത് കണ്ടോ. ഇനി അടുത്തതായിട്ട് ഒരു പ്രീസെറ്റ് എങ്ങനെ സേവ് ചെയ്ത് നോക്കിയാലോ. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ടെക്സ്റ്റ് വെറുതെ ഒന്ന് എഴുതി, എക്സാമ്പിളായിട്ട് ബാലി ഒരു ഉദാഹരണം കാണിക്കുകയാണ്. അപ്പം ഈ ഒരു ടെക്സ്റ്റിനെ എനിക്ക് ഇത് കൺട്രോൾ നിൽക്കിയിട്ട് ഒന്ന് മൗസ് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ കാണാം കേട്ടോ. ഇത് അടുത്തൊരു ടിപ്സാണ്. കൺട്രോൾ നോക്കി ഇങ്ങനെ ആയാൽ ഇത് നമുക്ക് അലൈൻ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഒത്ത സെൻട്രലിലാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ചെറിയൊരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു ഉദാഹരണത്തിനൊരു ക്യാമറ ബ്ലർ തന്നെ കൊടുക്കാം. നിലവിൽ ചെറുങ്ങനെ ട്രെൻഡിങ് ആയൊരു ഇതാണ് ക്യാമറ ബ്ലർ. ഓക്കെ, ഇത് ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു ടെക്സ്റ്റിലേക്ക് വലിച്ചിട്ടു. എന്നിട്ട് ഇപ്പോൾ കണ്ടങ്ങൾ ഇത് ഫുള്ള് ക്യാമറ ബ്ലറായിക്കണം, ഒരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ആ ക്യാമറ ബ്ലറിലേക്ക് എന്ത് ചെയ്യണം, ഈ ബ്ലറിൻ്റെ പെർസെൻറ്റേജിൻ്റെ അവിടെ ഉണ്ടെങ്കിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുത്ത്. ഇപ്പോൾ 25% ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. ഒരു 20% ഒക്കെ മതി. ഇനി എന്ത് ചെയ്ത് ഷിഫ്റ്റ് നിൽക്കിയിട്ട് റൈറ്റ് ആരോക്കി നിൽക്കിയാൽ 5 ഫ്രെയിം മുന്നോട്ട് പോട്ടോ. കണ്ട, സൂം ചെയ്ത് കാണിക്കാം. കണ്ട, ഇവിടെ ഇങ്ങനെ നിൽക്കിയാൽ സൂം ആവും, സൂം ഔട്ടൊക്കെ ആവട്ടോ. അപ്പോൾ ഞാൻ കൺട്രോൾ സെറ്റ് നിൽക്കുകയാണ്. അപ്പോൾ ഫ്രെയിം ബാക്ക് തന്നെ പോകും, അവിടെ പ്ലേ ഹെഡ് മാറിയിട്ടില്ല എന്നുള്ളൂ. ഓക്കെ, ഇപ്പോൾ കണ്ടങ്ങൾ ഇതെന്തായി, ഇതാണ് ഫ്രെയിം 1 ഫ്രെയിം മുന്നോട്ട് പോകും. അപ്പോൾ 1 ഫ്രെയിം പോയി, 2 ഫ്രെയിം പോയി, 3 ഫ്രെയിം പോയി, 4 ഫ്രെയിം പോയി, 5 ഫ്രെയിം പോയി. ഇപ്പോൾ ഈ ഒരു ഏരിയ എല്ലാം നിങ്ങൾ കണ്ടില്ലേ. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഷിഫ്റ്റ് നിൽക്കിയിട്ട് റൈറ്റ് ആരൊക്കെ നിൽക്കിയാൽ നേരിട്ട് 5 ഫ്രെയിം മുന്നോട്ട് പോട്ടോ. കണ്ടോ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യുക, ഞാനിവിടെ അനദർ കീ ഫ്രെയിമും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത്, എന്നിട്ട് ഇതിൻ്റെ യഥാർത്ഥ വാല്യൂയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത്. യഥാർത്ഥ വാല്യൂ കൊടുക്കുന്നത് ഇതുണ്ടെങ്കിൽ ഈ റീസെറ്റ് പാരാമീറ്റർ ഇത് നിൽക്കാലും മതി. ഇതിലെ ഈ ക്യാമറ ബ്ലറിൻ്റെ റീസെറ്റ് എന്ന് വെച്ചാൽ 25 ആണ്. അതാണ് ഇങ്ങനെ പോയത് കേട്ടോ. ഇത് ഇനി സാധാരണ നിങ്ങൾ കസ്റ്റമൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ കൊടുത്താൽ 0 പോകും. ആൾറെഡി ഉള്ള വാല്യൂ എന്തായിരുന്നു ആ വാല്യൂയിലേക്ക് പോകും. ഇപ്പോൾ ഇവിടെ ആൾറെഡി ഉള്ള വാല്യൂ 25 ആയതുകൊണ്ടാണ് 25 വാല്യൂയിലേക്ക് പോയത്. അതിന് നമുക്ക് ഇന്ന് എന്ത് ചെയ്യുക, 0 ആയി കൊടുത്താൽ മതി. ഇനി കണ്ടങ്ങൾ 5 ഫ്രെയിമുള്ളൊരു ഇങ്ങനെ ആയിക്കോട്ടെ. ഇനി ഒരു പ്ലേ ചെയ്ത് നോക്കിയാലോ. കണ്ട, ബാലി വരെ നോക്കിയോളൂ. കണ്ട, ഒരു ബ്ലറിഷ് ആയിട്ടല്ല വന്ന്. ഇത് ഇനി പ്രീസെറ്റായി സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ക്യാമറ ബ്ലറിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് നിൽക്കുക, സേവ് പ്രീസെറ്റ് കൊടുക്കുക. ഇനി എന്ത് ചെയ്യുക, സേവ് പ്രീസെറ്റ് ക്യാമറ ബ്ലർ പ്രീസെറ്റ് എന്ന് കൊടുക്കുക. എക്സാമ്പിൾ എന്ന് കൊടുത്താൽ എക്സാമ്പിൾ. ഓക്കെ, ഇതൊരു കാണിക്കാൻ വേണ്ടി ചെയ്യാം കേട്ടോ. ഇതിങ്ങനെ ചെയ്ത് ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്ത ഒരു പ്രീസെറ്റ് ഉണ്ടല്ലോ, ക്യാമറ ബ്ലർ എക്സാമ്പിൾ എന്ന് കൊടുത്താൽ കണ്ടോ, ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പ്രീസെറ്റിൽ കണ്ടോ, ഈ പ്രീസെറ്റാണ് നമ്മൾ ചെയ്ത പ്രീസെറ്റ്. അതിന് കണ്ടെങ്കിൽ ക്യാമറ ബ്ലർ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നേരെ വലിച്ചിട്ടാൽ മതി. ഓക്കെ, ഇതിപ്പോൾ ആൾറെഡി ഉണ്ടായതുകൊണ്ടാണ്. ഇനി അപ്പം ഇതിൻ്റെ അട്രിബ്യൂട്ട്സ് എല്ലാം റിമൂവ് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ കണ്ട ഈ ക്യാമറ ബ്ലറൊക്കെ പോകും. എന്നിട്ട് എന്നെ സെക്കൻഡായിട്ട് എന്ത് കൊടുക്കണം, ഈ ക്യാമറ ബ്ലർ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഇതിലേക്ക് കൊടുക്കണം. പ്രീസെറ്റായി വന്നു. ഇനി നമുക്കിവിടെ ഒരുപാട് ടെക്സ്റ്റ് ഉണ്ട്. ആ ടെക്സ്റ്റിലെല്ലാം ഇതുപോലത്തെ ഇത് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ ക്യാമറ ബ്ലർ നേരിട്ട് വലിച്ചു കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ എന്ത് പറയാൻ പോകുന്നത് വെച്ചാൽ, ഇവിടെ കണ്ടോ നിങ്ങൾ, ഇതെല്ലാം ടൈം ലൈനാണ്. ഈ ടൈം ലൈനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ. ഈ ടൈം ലൈന് നമ്മൾ ഇങ്ങനെ ആക്കിയാൽ എന്താവും, ഇതിൻ്റെ വലുപ്പം കൂടും. ഇത് വലുതാവും ചെറുതാവും ഒക്കെ ചെയ്യാം, കസ്റ്റമായിട്ട് ചെയ്യാം.
ഇതിന് പ്രീമിയർ പ്രോ ഇതും നമുക്കൊരു പ്രീസെറ്റായി സേവ് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് അറിയുമോ അറിയില്ല, ഇതൊരു ഹിഡൻ ട്രിക്സ് ആണ്. ഇതും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രീസെറ്റായി കൊടുക്കാൻ പറ്റും. അതിനായിട്ട് ഈ ഒരു ചിഹ്നം കണ്ടങ്ങൾ ഈ സെറ്റിങ്സ് പോയിട്ട് ഇത് നമുക്ക് എന്ത് ചെയ്യാം, മിനിമൈസ് ആൾ ട്രാക്സ് കൊടുത്താൽ എന്താവും, ഇത് ഡീഫോൾട്ടായിട്ട് എല്ലാ ട്രാക്കും മിനിമൈസ് ആവും. കണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചത് മിനിമൈസ് ആയത് കണ്ടോ. ഇനി അതല്ല, ഇനി എല്ലാം ലാർജ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എക്സ്പാൻഡ് ആൾ ട്രാക്സ് കൊടുത്താൽ മതി. ഫുൾ ഇപ്പോൾ എല്ലാം എക്സ്പാൻഡ് ചെയ്ത് കണ്ടെങ്കിൽ എല്ലാം എക്സ്പാൻഡ് ആയത് കണ്ടോ. ഓക്കെ, ഇനി അതല്ല എന്ത് ചെയ്യുക, പ്രീസെറ്റായി വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആൾറെഡി നിങ്ങൾ കസ്റ്റമായിട്ട് എന്തെങ്കിലും ഒന്ന് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ എനിക്കിത് മാത്രമാണ്, ഇപ്പോൾ ഇവിടെ ഓഡിയോ മാത്രമാണല്ലോ ഫുൾ ഇതായിട്ടുള്ളത്. ഇപ്പോൾ ഓഡിയോ മാത്രമാണ് എന്തായിട്ടുള്ള എക്സ്പാൻഡ് ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ ഈ ഓഡിയോൻ്റെ മാത്രം എനിക്കൊരു പ്രീസെറ്റ് വേണമെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യുക, എന്ത് ചെയ്യുക, സേവ് പ്രീസെറ്റ് വെക്കുക. വേണ്ട, ഓഡിയോ ടൈം ലൈൻ ബിഗ്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുക, ഇതിപ്പോൾ ഞാൻ ആൾറെഡി ഇനി എല്ലാം പഴയ രൂപത്തിൽ തന്നെ ആക്കി. ഇനി ഞാൻ ഇതിലേക്ക് പോയിട്ട് സ്ക്രോൾ ചെയ്തിട്ട് ഓഡിയോ ടൈം ലൈൻ ബിഗ് എന്ന് കൊടുത്താൽ എന്തായി, ഓഡിയോ ടൈം ലൈൻ ഫുള്ള് ബിഗായി. ഓഡിയോ ടൈം ലൈൻ മാത്രമേ ബിഗ് ആയിട്ടുള്ളൂ, കാരണം നമ്മൾ പ്രീസെറ്റായി കൊടുത്താൽ അത് മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായി നിങ്ങൾക്ക്. ഇനി അടുത്തതായിട്ട് എന്താണെന്നറിയോ, അതായത് നമ്മൾ ഇപ്പം ഈ ഒരു ടെക്സ്റ്റ് കണ്ടില്ല നിങ്ങൾ, ഇത് നമുക്ക് ഈ ഒരു വീഡിയോൻ്റെ ഡിഫറൻസോ സ്ക്രീനോ മൾട്ടിപ്ലൈയോ ആയി കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യാറ്, നേരെ നോർമലിൽ പോയിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യാറ്. അതിന് വിപരീതമല്ല, ചെറിയൊരു ടിപ്പ് എന്തെന്ന് വെച്ചാൽ ഇവിടെ വെച്ചിട്ട് മൗസ് ഒന്ന് സ്ക്രോൾ ചെയ്താൽ മതി. ഇപ്പോൾ കണ്ടങ്ങൾ. ഓക്കെ, ഈ ടെക്സ്റ്റ് ഇപ്പോൾ ആവണമെന്ന് കണ്ടില്ലേ, ഇപ്പോൾ ഡിഫറൻസ് ആയി കൊടുത്തപ്പോൾ എന്തായി, ഇങ്ങനെ വന്ന് പുതിയ ട്രെൻഡിങ് ഇങ്ങനെയാണ്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കുക. ഏറ്റവും എളുപ്പം എന്ന് വെച്ചാൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ മൾട്ടിപ്ലൈ ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക ഇങ്ങനെയൊക്കെ കൊടുക്കുക. ഇനി അതിനെ കൂടുതൽ തന്നെ വേറൊരു കാര്യമാണ് എന്തെന്നറിയോ, നിങ്ങൾക്ക് ഇപ്പോൾ ഇതൊരു ഫോണ്ട്, ഏത് ഫോണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു ഫോണ്ടാണ്, മിരാഡ് പ്രോ എന്ന് പറഞ്ഞ ഫോണ്ടാണ്. ഈ ഫോണ്ട് മാറ്റുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, നേരെ ഇവിടെ മൗസ് വെച്ചിട്ട് സ്ക്രോൾ ചെയ്താൽ മതി. ഓക്കെ, മോണിസറായിട്ട് ആൾട്ടർനേറ്റീവ് ഫോണ്ടാണുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കൺട്രോൾ പിടിച്ചിട്ട് ഇതിങ്ങനെ നിൽക്കിയാൽ എന്തായി, സെൻട്രലായിട്ടോ. ഇനി അടുത്തത് എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്, ഇപ്പോൾ നമ്മൾ ഈ പ്രൊജക്റ്റ് പോയിട്ട് ഇതാണല്ലോ നമ്മൾ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യലേ. അപ്പം ഈ ബിന്ന് ഇതെന്ത് ചെയ്യുക, ഇപ്പം ഓഡിയോക്ക് ഒരു ഫയൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി, പിന്നെ വീഡിയോക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി. ഇതേ സമയം നിങ്ങൾക്ക് വേറൊരു കാര്യം ചെയ്യാം. എന്താണെന്നറിയോ, ഇപ്പോൾ ആൾറെഡി നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഫോൾഡേഴ്സ് ഉണ്ടാവുമല്ലോ, ആ ഫോൾഡേഴ്സിനെ നേരെ എന്ത് ചെയ്യുക, ഇതിലേക്ക് സ്ക്രോൾ ചെയ്ത് എന്തായി കണ്ട, ഓരോന്നും ഓരോ ഫോൾഡർ ആയത് കണ്ടോ നിങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഇത് ആൾറെഡി ഇങ്ങനെ ഫോൾഡർ ഉണ്ടായതുകൊണ്ടാണ് വീഡിയോ ക്ലിപ്സ് 3 എന്ന് കണ്ടത്. ഓഡിയോക്ക് പോയാൽ ഫസ്റ്റ് പോയാൽ കണ്ട ഓഡിയോസ് എന്നുള്ള ഫോൾഡർ കണ്ട, ഓഡിയോസ് 1 എന്നുണ്ടെങ്കിൽ. ഇപ്പം ഈ ഒരു ഐക്കൺ കണ്ടങ്ങൾ, ഇതിനെ പറഞ്ഞ പേരെന്താണെന്നറിയോ, ഇതാണ് പ്ലേ ഹെഡ്. ഈ പ്ലേ ഹെഡ് ഇവിടെ വെച്ചിട്ട് ബാക്കിയെല്ലാം സ്ക്രോൾ ചെയ്ത്, നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഞാനിങ്ങനെ സ്മൂത്ത് സ്ക്രോളിങ് വെച്ചതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. നിലവിൽ ഇങ്ങനെയല്ല ആവല്. നിലവിലെ സാഹചര്യത്തിൽ ഇതെന്താ എന്താവലെന്നറിയോ, എഡിറ്റ് പോയിട്ട് ഇപ്പം നിങ്ങളെ ഇതിൽ ടൈം ലൈനെല്ലാം ഉണ്ടാവല് ഈ രൂപത്തിലായിരിക്കും. പ്രിഫറൻസിൽ പോയിട്ട് ടൈം ലൈനിൽ പോയാൽ എന്ത് ചെയ്യുക, ഈ നോ സ്ക്രോളിങ് ആയിരിക്കും നിങ്ങളിതിൽ ഉണ്ടാവുക. അത് സ്മൂത്ത് സ്ക്രോളിങ് കൊടുത്താൽ എന്താവും, ഇങ്ങനെയാവും. ഇപ്പോൾ ഈ പ്ലേ ഹെഡ് ഇവിടെ വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാം ഇങ്ങനെ പ്ലേ ആവും. മനസ്സിലായോ? മറ്റേത് എന്താവലായിരുന്നു, മറ്റേത് കണ്ട നോ സ്ക്രോളിങ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ പ്ലേ ഹെഡും നീങ്ങുന്നുണ്ടെങ്കിൽ മനസ്സിലായ, പ്ലേ ഹെഡ് നീങ്ങുന്നുണ്ടാവും പക്ഷേ സ്ക്രോൾ ചെയ്യുന്നുണ്ടാവില്ല. മനസ്സിലായ? ഇനി പേജ് സ്ക്രോളിങ് കൊടുക്കുന്നുണ്ടെങ്കിൽ പ്ലേ ഹെഡും നീങ്ങും, ഈ സാധനം നീങ്ങും. ഇനി സ്മൂത്ത് സ്ക്രോളിംഗ് ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് എവിടെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അത് അവിടെ ഉണ്ടാവും, പക്ഷേ എന്താവും, നമ്മളെ സ്ക്രോളിംഗ് എല്ലാം നടക്കും. ഈ ടൈം ലൈനിലുള്ള എല്ലാ ഇമേജും വീഡിയോസും എല്ലാം മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നിലവിൽ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക, അങ്ങനെ ചെയ്ത് കൊടുക്കുക. പ്രിഫറൻസിൽ പോവുക, എന്ത് ചെയ്യുക, ടൈം ലൈനിൽ പോവുക, പിന്നെ എന്ത് ചെയ്യുക, ഈ ടൈം ലൈൻ പ്ലേ ബാക്ക് ഓട്ടോ സ്ക്രോളിംഗ് ഉള്ളത് എന്ത് ചെയ്യുക, സ്മൂത്ത് സ്ക്രോളിംഗ് കൊടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യാന്നറിയോ, അടുത്തതായിട്ട് ഇപ്പോൾ നമ്മളൊരു വീഡിയോ എക്സ്പോർട്ട് ചെയ്യുമല്ലോ, എക്സ്പോർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക, ഫയലിൽ പോയിട്ട് എക്സ്പോർട്ടിൽ പോയിട്ട് മീഡിയ അങ്ങനെ എക്സ്പോർട്ട് ചെയ്യാനുള്ള ചെയ്യാറ്. അതിന് പകരം എന്ത് ചെയ്യാൻ, നമുക്കിപ്പോൾ സ്പെസിഫിക് ക്ലിക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആയി നിൽക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇനി എവിടം വരെയാണ് നമുക്ക് വീഡിയോ വേണ്ടതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തു, ഇപ്പോൾ എന്തായി, ഇത് മാത്രം സെലക്ട് ആയി. ഇനി നമ്മൾ ഇത് എക്സ്പോർട്ട് ചെയ്താൽ ഈ ഒരു വീഡിയോ മാത്രമേ എന്താവുള്ളൂ എന്നറിയോ, എക്സ്പോർട്ട് ആവുള്ളൂ. എന്നിട്ട് ആ വീഡിയോ മാത്രമേ എക്സ്പോർട്ടായിട്ട് വീഡിയോ രൂപത്തിൽ വരുള്ളൂ. ഇനി എന്ത് ചെയ്യുക, കൺട്രോൾ M കൊടുത്താൽ എന്തായി, ഇങ്ങനെയാണ് എക്സ്പോർട്ടിങ് സ്റ്റൈൽ വരിക. എന്നിട്ട് എന്ത് ചെയ്യുക,
മാച്ച് സോയ്സ് ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ കണ്ടങ്ങളെ സോയ്സ് ഇൻ ആൻഡ് ഔട്ട് നമ്മളിപ്പോൾ ഐ കൊടുത്തിട്ട് ഇന്നും ഓ കൊടുത്തിട്ട് ഔട്ടും ചെയ്തിട്ട് ഏതെങ്കിലും എൻ്റെ സോയ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഇൻ ഔട്ട് നിൽക്കാത്ത ബാക്കിയുള്ള എല്ലാ ഭാഗവും വേണമെന്നുണ്ടെങ്കിൽ എല്ലാതും കൂടിയിട്ടുള്ള ഭാഗം വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ സോയ്സ് കൊടുക്കാം. കണ്ട ഇവിടെ മാറി തന്നെ ഞങ്ങൾ ഇൻ ആൻഡ് ഔട്ട് കൊടുക്കുമ്പോൾ കണ്ട ഈ ഒരു ഏരിയ മാത്രം വന്നത് എൻ്റെ സോയ്സ് കൊടുക്കുമ്പോൾ ടോട്ടൽ വന്നു. ഓക്കെ, ഇനി അങ്ങനെയൊക്കെയാണ് ഉള്ളത് കേട്ടോ. വർക്ക് ഏരിയ എന്നുണ്ടെങ്കിൽ എല്ലാ വർക്ക് ഏരിയ ടോട്ടലായിട്ട് വരും. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഇനി അടുത്ത ടിപ്സും ട്രിക്സും നെക്സ്റ്റ് വീഡിയോയിൽ പറയാം കേട്ടോ. ഓക്കെ, താങ്ക് യു.